നമുക്കെന്നേ ഉച്ചക്കത്തെ കറികളൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മീൻ കറി അടുപ്പത്തിരുന്ന് തിളക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് മീൻ വറുക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. വളരെ കുറച്ച് മീൻ മാത്രം വറുക്കാൻ എടുക്കുന്നത് കൊണ്ടിട്ടേ മസാല മിക്സിയുടെ ജാറിൽ അടിക്കാനും മാത്രമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടികലിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ചുള വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്തിരി കറിവേപ്പിലയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മീനിലോട്ട് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും നമ്മൾ അരച്ചിരിക്കുന്ന മസാലയും ഒരു ഇച്ചിരിയും കൂടി ഉപ്പും ചേർത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചത് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് എൻ്റെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അടച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഞണ്ട് കറിയും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സവോളയാണ് ഞാൻ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞണ്ട് 2-3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്കൂടി പച്ചക്കയും കൂടി ചേർത്തിട്ടാണ് ഇന്ന് കറി വെച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഞണ്ടും പച്ചക്കയും കറി അവിടെ നിന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് മീൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ വറുത്തതും ഞണ്ട് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഞണ്ടും പച്ചക്കയും കൂടി വയ്ക്കുമ്പോഴത്തേക്കും അതിൽ പച്ചക്ക എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ കറികളൊക്കെ റെഡിയായപ്പോൾ പിന്നെ ഒന്നും നോക്കാനിടുന്നില്ല, വേഗം ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ട മീൻ കറിയും മീൻ വറുത്തതും ഞണ്ട് കറിയും കൂട്ടി ചോറ് കഴിച്ച പാത്രമുള്ള കേട്ടോ.